ഇന്ന് മിഡ്നൈറ്റ് അല്ലെങ്കിൽ പാതി നോമ്പ്. ട്യൂഷനോടൊപ്പം നമ്മൾ വലിയ നോമ്പിന്റെ പാതി വഴി സഞ്ചരിച്ച് 25 ദിവസം പിന്നിടുമ്പോൾ നമ്മളിലേക്ക് തന്നെ ഒരു വിചിന്തനം നടത്താം. Let us have a reflection of ourselves. Katholika Sabha treats the Midland or Padnomba with utmost importance. Today is the day. Across all churches, we place the Golgotha in the middle of the church and kept in the midst of the church until Good Friday. This actually represents the public ministry of Jesus Christ. As a small child, I was very curious to know why Golgotha was not placed in the most sanctified places of the church, like the Madhvaha or the high class, than being placed in the middle of the church where the lady stands. I was very astonished to know that it signifies the coming of Jesus Christ from heaven to the earth and being with the ordinary people. അതുകൊണ്ടാണ് Psalms 34 verses 5 സങ്കീർത്തനം 34 അധ്യായം 5 വാക്യം ഇപ്രകാരം പറയുന്നു: അവങ്കിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കും, അവർ രക്ഷിതരാവുകയില്ല. Now it has an interesting connect with the Old Testament in Bible. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത സർപ്പത്തിന്റെ ദർശനമേറ്റ് മരിച്ചു വീണുകൊണ്ടിരുന്നു. മോശ ഇസ്രായേൽ പാളയത്തിന്റെ നടുവിൽ അഗ്നിസർപ്പത്തെ ഉയർത്തി. ആ പിത്തള സർപ്പത്തെ നോക്കിയവർ രക്ഷ പ്രാപിച്ചു എന്ന് എഴുതപ്പെട്ടു. അതിന്റെ ഓർമ്മയ്ക്ക് കൂടിയായാണ് ഗോകുൽത്ത അല്ലെങ്കിൽ പരിശുദ്ധമായ കുരിശ് നമ്മൾ ദേവാലയത്തിന്റെ മധ്യത്തിൽ വരുന്നത്. പ്രിയമുള്ളവരെ, തുടർന്നുള്ള നോമ്പിന്റെ നാളുകൾ നമുക്ക് ഗോകുൽത്തായിലെ കുരിശിലേക്ക് നോക്കി യാത്ര ചെയ്യാം. മലയാളത്തിന്റെ പ്രസിദ്ധനായ എഴുത്തുകാരൻ രാമവർമ്മ അപ്പൻ തമ്പുരാൻ ഓർമ്മിപ്പിച്ചതുപോലെ കുരിശ് ധരിക്കുമ്പോഴും കുരിശ് വരയ്ക്കുമ്പോഴും കുരിശ് കാണുമ്പോഴും നമുക്ക് നസ്രായനായ യേശുവിനെ ഓർക്കാം. ത്യാഗോചരമായ സ്നേഹവാനും കാരുണ്യവാനുമായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലും മനസ്സിലും ചിന്തയിലും നമ്മുടെ സംസാരത്തിലും ബോധപൂർവം ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പിന്റെ തുടർന്നുള്ള 25 ദിവസം നമുക്ക് യേശു ക്രിസ്തുവിന്റെ കുരിശിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിൽ നമ്മൾക്ക് കൃപ ചൊരിയട്ടെ. എല്ലാവർക്കും തീഷ്ണതയുടെയും അനുതാപത്തിന്റെയും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയ നോമ്പിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന്റെ ആസ്തുതികൾ.